ചോദിച്ചോട്ടെ, രമ്യ ഹരിദാസ് ആദ്യം നിന്നവിടെ ഇവിടെയല്ലേ, ആലത്തൂരല്ലേ നിന്ന് 2 പ്രാവശ്യം നിന്നല്ല. അന്നൊന്നും ഞാൻ എന്നെ തിരക്കിട്ടില്ല, കണ്ടിട്ടില്ല. ആ രമ്യ ഹരിദാസ് വലിയ ദാർഢ്യവും അഹങ്കാരവും ഫോൺ പോലും എടുക്കലെന്നൊക്കെ ആളുകൾ പറയണത്. അപ്പോൾ അതെന്തുമായിട്ട് എനിക്കങ്ങനെ അനുഭവമില്ല. മറ്റു സ്വഭാവത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മെയ്വഴക്കം വേണ്ടേ? അതുകൊണ്ടാണ് 2 പ്രാവശ്യം നിന്നപ്പോൾ എന്നെ കണ്ടില്ല, കാണണമെന്ന് ഞാൻ നിർബന്ധിച്ചില്ല. അതിന് എന്തുകൊണ്ട് ആലത്തൂർ നിന്നപ്പോൾ തന്നെ എന്നെ കാണണമെന്ന് തോന്നാൻ കാര്യം? അതൊരു നല്ലൊരു മെസ്സേജ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ പെക്കൊച്ചിനെ പറ്റി നല്ല അഭിപ്രായം ആളുടെ ഇടയിൽ, കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ പലരും എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരു അച്ചടക്കം ഇല്ല, വിനയമില്ല, ദാർഢ്യമാണ്, ഫോൺ വിളിച്ചാൽ പോലും എടുക്കത്തില്ല എന്നൊക്കെ പറയാം. ശരിയോ തെറ്റോ എന്താ എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അവരുടെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു തരാം. എനിക്ക് ആ കൊച്ചിനോട് ഒരു വിരോധമില്ല. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞാൽ ഞാനിവരുടെ ആരുടെയും കണ്ടിട്ടുമില്ല, ഒരു കാര്യത്തിൽ ചെന്നിട്ടില്ല. എന്നെ കാണണമെന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ കാണണമെന്ന് പറയുമ്പോൾ എനിക്ക് അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ മറ്റേ എനിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് വിരോധം അടുത്തൊരു കോൺഗ്രസ്സുകാരനുണ്ടല്ലോ, പാലക്കാട് നിന്ന് ചോദിച്ചത് അല്ലെ, അയാൾ ഇടയ്ക്ക് വെച്ച് വിളിച്ചിട്ട് പറയുന്നത് ഇടയ്ക്ക് വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ നോക്കുക. ഒന്നുമില്ല, ഒരു മര്യാദയ്ക്ക് ഞാൻ വരുന്നു, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ ടൈം ഫിക്സ് ചെയ്യണം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടവും രമ്യ ഹരിദാസും പിന്നെ വെള്ളാപ്പള്ളിയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് ഒരിക്കൽ കൂടി വെള്ളാപ്പള്ളി നടേശനെ കാണാൻ ശ്രമിച്ചില്ല? എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ സമയത്ത് തന്നെ രാഹുലും കോൺഗ്രസ്സുകാരും, പ്രത്യേകിച്ച് രാഹുൽ തന്നെ പറഞ്ഞു കേട്ടത് വെള്ളാപ്പള്ളി തനിക്ക് കാണാൻ സമയം തന്നില്ല എന്നാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം തന്നെ വിളിച്ചിരുന്നു, തന്നെ കാണാൻ സമയം ചോദിച്ചിരുന്നു. എന്നാൽ താൻ SNDP സമുദായത്തിൻ്റെയും മറ്റു പല കാര്യങ്ങളുമായി ഒരു യാത്രയിലായിരുന്നു, താൻ കണിച്ചുകുളങ്ങര ഉണ്ടായിരുന്നില്ല എന്ന്. ഏതായാലും കണിച്ചുകുളങ്ങരയിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടം ഒരിക്കൽ കൂടി അദ്ദേഹത്തിനെ കാണാനായി ശ്രമിക്കേണ്ടതായിരുന്നു. അതിന് ഷാഫി പറമ്പിൽ തന്നെ അദ്ദേഹത്തിനെ ഉപദേശിക്കേണ്ടതായിരുന്നു. അത് നാം ഇവിടെ പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി ഉപദേശിച്ചില്ല? അതിനുള്ള കാരണം നമുക്കിവിടെ പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ മാങ്കൂട്ടം മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ മുസ്ലിം മത മേലധ്യക്ഷന്മാരെ കാണാൻ പോയ കഥയും ആ കാണാൻ പോയ സമയത്തുണ്ടായ പുകലുകളുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മലപ്പുറത്തും കോഴിക്കോടും വരെ പോയി അവരെയൊക്കെ കാണാൻ സമയമുണ്ടായിരുന്നു. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്തിൽ രാഹുൽ കണ്ടില്ല എന്ന് രണ്ടാമത് ഒരിക്കൽ കൂടെ കാണാൻ ശ്രമിച്ചില്ല എന്നൊരു ചോദ്യം വരുമ്പോൾ SNDP സമുദായത്തിൻ്റെ വോട്ട് പാലക്കാട് കുറവാണ് എന്നുള്ളത് കൊണ്ടാണോ? ഏതായാലും രാഹുല് ഇത്തരത്തിൽ പെരുമാറുമ്പോൾ, അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ വീടിന് ഏറ്റവും തൊട്ടടുത്തൊക്കെ തന്നെയാണ് ഈ പെരുന്നയിൽ സുകുമാരൻ നായരെ ഇത്തരത്തിൽ യാത്രാമധ്യേ, അതായത് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് രാഹുലിനെ കാണാൻ താൻ അനുവദിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ താൻ യാത്രയിലായിരുന്നത് കൊണ്ട് ആണ്, യാത്രാമധ്യേ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. എന്നാൽ പെരുന്നയിൽ സുകുമാരൻ നായരെ പോലൊരു വ്യക്തിയെ അദ്ദേഹം, പെരുന്നയിലുള്ള സുകുമാരൻ നായരെ പോലൊരു ഒരു സാമുദായിക നേതാവിനെ, മറ്റൊരു സാമുദായിക നേതാവിനെ ഇത്തരത്തിൽ അദ്ദേഹത്തെ കാണാൻ സമയം ചോദിച്ചാൽ അദ്ദേഹം അവിടെ വന്ന് കാണാൻ സമയം കിട്ടിയില്ല, വഴിമധ്യേ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ കാണാൻ പോകേണ്ടതല്ലേ? ഏതായാലും ഈ പറയപ്പെടുന്ന സാമുദായിക നേതാക്കൾ ഒക്കെ തന്നെ അവർ ഇരിക്കുന്ന സ്ഥലത്ത്, ഇപ്പൊ വെള്ളാപ്പള്ളി ആണെങ്കിലും സുകുമാരൻ നായരാണേലും പിന്നെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവ് സാദിഖ് അലി തങ്ങളായിരുന്നാലും അവർ ഇരിക്കുന്ന അവരുടെ ഇരിപ്പിടങ്ങളിൽ അവരുടെ ആടയാഭരണങ്ങളോടെ തന്നെ ഇരിക്കുന്നിടത്ത് ഇരിക്കുമ്പോഴേ താൻ ഒരു നേതാവാകുള്ളൂ, അവിടെ വന്ന് കണ്ടാലേ തന്നെ കാണലാകൂ എന്ന് അവർക്കും ഒരു ബോധ്യം ഉള്ള സ്ഥിതിക്ക്
അവിടെ പോയി അവരെ കാണണമെന്ന് ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ഒന്ന്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും, അതായത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആയാലും CPM-ൻ്റെ ആയാലും ഒരു ദിവസത്തെ അത്താഴം, അതും തെരഞ്ഞെടുപ്പ് വേളയിൽ മുടക്കാൻ ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശനോ SNDP-ക്കോ തന്നെ കഴിഞ്ഞെന്ന് വരാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന, വെള്ളാപ്പള്ളി നടേശൻ ഉൾക്കൊള്ളുന്ന സമുദായത്തിൽ അദ്ദേഹത്തിന് ഇന്നും ഒരു സ്ഥാനമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരും വെള്ളാപ്പള്ളി നടേശൻ വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാത്തവരും ഇന്നും ആ സമുദായത്തിൽ ഉണ്ട്. ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അത്തരത്തിൽ നായർ ഈഴവ വോട്ട് തങ്ങളിൽ നിന്ന് മാറിപ്പോയതിൻ്റെ ഫലമായി പിണറായി വിജയനും MV ഗോവിന്ദനും ഇപ്പോഴും അതിൻ്റെ ആ ഒരു പരിണത ഫലത്തിൽ ഇപ്പോഴും വെള്ളം കുടിക്കുകയാണ്. ഏതായാലും നടേശൻ മുതലാളി കുറുക്കി കൊള്ളുന്ന രീതിയിൽ സരസമായി സംസാരിക്കുന്ന ഒരു സാമുദായിക നേതാവായതുകൊണ്ട്, അദ്ദേഹം സംസാരിക്കുന്നത് സരസമായതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ഗൗരവത്തോടെ കാണണ്ട എന്ന് കരുതേണ്ടതുണ്ടോ ഈ യുവ നേതാക്കൾ? ഏതായാലും വെള്ളാപ്പള്ളിക്കും SNDP-ക്കും CPM-ലും LDF-നും മേൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാനും അത് ഇല്ലാതാക്കാനും കഴിയുമെന്ന് പ്രത്യേകിച്ച് പിണറായി വിജയൻ അറിയാം. ഇനി മറ്റൊന്നുകൂടി, രമ്യ ഹരിദാസ് എന്ന യുവ നേതാവ് ഇപ്പോൾ എന്തിന് ചേലക്കരയിൽ മത്സരിക്കുമ്പോൾ എന്തിന് തന്നെ വിളിക്കണം, എന്തുകൊണ്ട് രമ്യ ഹരിദാസിനും കാണാൻ അവസരം കൊടുത്തില്ല എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അവർ മര്യാദ ഇല്ലാത്ത ഒരു പെരുമാറ്റമാണ് എന്ന് എന്നോട് മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവർ ആലത്തൂർ മത്സരിച്ചപ്പോൾ MP ആയി മത്സരിച്ചപ്പോൾ എന്നെ വിളിച്ചില്ല? എന്താ ചേലക്കരയിൽ SNDP സമുദായം കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണോ? ഏതായാലും ആ സമയത്ത് എന്നെ വിളിച്ചില്ല, ഈ സമയത്ത് എന്നെ വിളിക്കുന്നു. സാധാരണ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇങ്ങനെയുള്ളവരെയൊക്കെ കാണാൻ എങ്ങനെ ഞാൻ സമയം കൊടുക്കും എന്നാണ് മാധ്യമങ്ങളോട് സരസമായ ഭാഷയിൽ വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇവിടെ മറ്റൊന്നുകൂടി വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ചു. ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി എങ്ങനെയാണ് ഒരു വർഗീയ പാർട്ടി അല്ലാതാകുന്നത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തന്നെ മുസ്ലിം സമുദായം എന്നല്ലേ? അവരുടെ മണ്ഡലങ്ങളിൽ ഒരു രാമനെയോ കൃഷ്ണനെയോ മത്സരിക്കാൻ നിർത്തുമോ എന്നും അദ്ദേഹം സരസമായി ചോദിക്കുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വിജയിച്ചത് ഇത്തരത്തിൽ വർഗീയ കക്ഷികളുടെ വോട്ട് കൂടി തേടിക്കൊണ്ടാണ് എന്ന് പറയപ്പെടുമ്പോൾ ആ ജയം ഒരു തിളക്കമാർന്ന ജയമല്ലെന്നും വെള്ളാപ്പള്ളി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വയ്ക്കുകയായിരുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടം എന്ന പത്തനംതിട്ടക്കാരൻ തീർച്ചയായിട്ടും ഇപ്പോൾ പാലക്കാട് 18,000 വോട്ട് വാങ്ങി പാലക്കാടുകാരുടെ കണ്ണിലുണ്ണിയാകുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത്, ഷാഫി പറമ്പിൽ എന്ന പാലക്കാട്ടുകാരൻ ഈ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിന് ചില ഉപദേശങ്ങൾ നൽകിയാൽ നന്നായിരിക്കും. അതായത് മറ്റൊന്നുമില്ല, വെള്ളാപ്പള്ളി തുടങ്ങി ഉള്ള സാമുദായിക നേതാക്കളെ ആരെയും ചെറുതായി കാണാൻ പാടില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്ന അവസ്ഥയിൽ നേതാക്കളും മറ്റുമൊക്കെ തലയിൽ കൂടെ മുണ്ടിട്ടുകൊണ്ട് പോയാണ് സാമുദായിക നേതാക്കളെ കണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. മാധ്യമങ്ങളെ, മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഒക്കെ അറിയിച്ചാണ് പിതാക്കന്മാരെയും മൗലവിമാരെയും എന്തിന് ഇപ്പോൾ വെള്ളാപ്പള്ളി തുടങ്ങി മറ്റ് എല്ലാ സാമുദായിക നേതാക്കളെയും നേതാക്കന്മാർ കാണാൻ പോകുന്നത്. ആയതുകൊണ്ട് തന്നെ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നിപ്പോൾ വിജയിച്ച് പാലക്കാടുകളുടെ ഓമനയായ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിൽ ചില ഉപദേശങ്ങൾ നൽകിയാൽ നന്നായിരിക്കാം. ഏതായാലും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിൽ നൽകുന്ന ഈ ഉപദേശം സമയത്ത്, അതായത് ഇത്തരം സാമുദായിക നേതാക്കളെ സമയത്തും അസമയത്തും പറയേണ്ടതും പറയാത്തതും പറഞ്ഞതിൻ്റെ മറ്റു വശങ്ങൾ പിണറായിക്കും ഗോവിന്ദനും ഇപ്പോൾ മനസ്സിലായി. അതിൻ്റെ പരിണിതഫലം അവർ ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അദ്ദേഹത്തിന്റെ കന്നി തെരഞ്ഞെടുപ്പാണ്. ഒരു വേള അദ്ദേഹം പാലക്കാട് മത്സരിച്ചു. ഇനി കേരളത്തിൽ മറ്റെവിടെ വേണോ അദ്ദേഹത്തിന് മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചേക്കാം. ആയതുകൊണ്ട് തന്നെ ഏതൊരു സാമുദായിക നേതാവിനെയും, പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിൽ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർ തുടങ്ങിയ വ്യക്തികളെ ഒക്കെയും നമ്മളിങ്ങനെ പേരെടുത്ത് പറയുന്നത് ശരിയല്ല, എങ്കിലും എല്ലാ സാമുദായിക നേതാക്കളെയും തികഞ്ഞ അച്ചടക്കത്തോടെ വകതിരിവോടെ തന്നെ കാണണമെന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.